രേവതിയുടെ സ്വർണം അവിടുന്ന് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അത് എടുത്തത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഉറപ്പായിട്ടും അത് ശ്രുതി ആയിരിക്കും എടുത്തത് എന്നുള്ള കാര്യം സച്ചിക്ക് അറിയാം. പക്ഷേ അത് അവന്റെ വായാലെ തന്നെ അവൻ സമ്മതിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സച്ചി ഓരോരോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ രവിക്ക് ആകെ ഒരു മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ്. മറ്റൊന്നും കൊണ്ടല്ല, വീട്ടിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആകെ മൊത്തത്തിലൊരു ടെൻഷൻ. അതിനെക്കുറിച്ച് ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ അടുത്ത് വർഷയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ചന്ദ്രമതി നമ്മുടെ രേവതി എടുത്ത് ചായ റെഡിയായോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതാ റെഡിയായി, ഇപ്പൊ എടുത്തിട്ട് വരാ എന്ന് പറയണേ. അമ്മയെ കണ്ട ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനാകെ ഡള്ളാണ്, അമ്മ ഒന്ന് അച്ഛനായിട്ട് സംസാരിച്ചിരിക്കുക എന്നുള്ള കാര്യം. അപ്പോഴാണ് നമ്മുടെ സച്ചി ഗേറ്റ് കടന്ന് വരുന്നത് കാണിക്കുന്നത്. ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോഴേക്കാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ സച്ചി അങ്ങനെ ഈശ്വര വിശ്വാസമൊന്നുമില്ലല്ലോ, അങ്ങനെ അമ്പലത്തിൽ പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ സച്ചിയുടെ ഭാവമാറ്റങ്ങളൊക്കെ വന്ന ഉടനെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വരുമ്പോ തന്നെ ഓം നമശിവായ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ടാ വരുന്നത്. നെറ്റിയിൽ മൊത്തം ഭസ്മൊക്കെ തേച്ചുകൊണ്ടാണ് സച്ചി ഉള്ളിലേക്ക് കയറി വരുന്നത്. ഇതെന്താണ് നീ അമ്പലത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നിൽക്കുന്നത് എന്നുള്ള കാര്യം രവി സച്ചിയെ കണ്ടുടനെ തന്നെ ചോദിക്കുന്നുണ്ട്. അച്ഛ, ഇത് അദ്ദേഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വേറൊന്നുമല്ല, വലതുകാൽ വെച്ചിട്ട് വീട്ടിനുള്ളിലേക്ക് കയറണം എന്നാണ് പറഞ്ഞതെന്ന് പറയണേ. വലതുകാൽ എടുത്ത് വെക്കലും ആൾക്ക് എന്തോ ബാധ കയറിയതുപോലെ ഫുൾ ആക്ടിംഗ് ആണേ. ആ ശബ്ദം കേട്ടുകൊണ്ട് രേവതിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി വന്ന സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തോ ബാധ കയറിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആകെ മൊത്തം പ്രശ്നമായ പോലെ ഇങ്ങനെ നടക്കുവാണേ. അതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ചന്ദ്രമതിക്ക് പൊതുവെ കുറച്ച് പേടിയുള്ള ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവ് എന്താടി മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കില്ലേ എന്നുള്ള കാര്യം. അവസാനം ചന്ദ്ര തന്നെ പറയുന്നുണ്ട്, നീ അവിടെ നിൽക്കടാ എന്നുള്ള കാര്യം. ചുമ്മാ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനൊന്നും പറയരുത്, എന്റെ ശരീരത്തിൽ ഒരു ബാധ കയറിയതാണ്, അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവകോപം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കണേ. നീ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് അച്ഛ, ഞാനൊന്ന് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് സംസാരിക്കട്ടെ എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ ആരോ ഫോൺ ചെയ്തതുപോലെ അവിടെ നിന്നിട്ട് ആക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫോൺ വെച്ച ഉടനെ തന്നെ ആണെങ്കിൽ ആള് ഓം ക്രീം ക്രിം ക്രും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം രവിക്ക് ചുറ്റിനും ഇങ്ങനെ വട്ടം ചുറ്റിയതിനു ശേഷം ഇവിടെ ദുഷ്ടശക്തി ഒന്നുമില്ല, നെഗറ്റീവ് എനർജിയും ഇല്ല. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയെ ചുറ്റുവാണേ. എന്നിട്ട് ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ഈ അഭ്യാസമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി കയറി വരുന്നത്. ശ്രുതി വന്ന ഉടനെ തന്നെ ആണെങ്കിൽ നമ്മുടെ സച്ചി ശ്രുതിക്ക് നേരെ ചെല്ലുവാണ്. എന്നിട്ട് ഇപ്പോഴാണ് ദുഷ്ടശക്തിയുടെ പവർ എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ സച്ചിയുടെ സാധാരണ അല്ലാതെ ആക്ടിവിറ്റി കാണുമ്പോൾ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ചെന്നിട്ട് മോളെ അവൻ എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുക എന്നുള്ള കാര്യം. രേവതിയാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാതെ സച്ചിക്ക് അരികിലേക്ക് ചെന്നിട്ട് സച്ചിയേട്ടാ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ട് ഇറങ്ങി പോവില്ലേ, അതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. നീ എന്തിനാ സച്ചി കിടന്ന് ഒച്ചയെടുക്കുന്നത്? അയ്യോ അച്ഛാ, ഞാനല്ല, എന്റെ ഉള്ളിൽ കയറിയ സ്വാമി ആയിരിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, എന്താണ് കാര്യം എന്ന് വെച്ചാ പറ എന്ന് രവി പറയുന്ന സമയത്ത് ഇതാ അച്ഛ എന്ന് പറഞ്ഞിട്ട് കൈ രവിക്ക് നേരെ നീട്ടുവാണ് കേട്ടോ. അതിനകത്ത് മറ്റൊന്നുമല്ല, ഒരു നാരങ്ങയാണ്. നാരങ്ങ ഒരു തുണിനകത്ത് കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നൂലുകൊണ്ട് കെട്ടിയതും അതിന്റെ മേലെ റെഡ് കളറും ചന്ദനും കാര്യങ്ങളെല്ലാം തേച്ചിട്ടുണ്ട്. ഒരു ജപിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങ പോലെയാണ് കാണാനുള്ളത്. ഇതെല്ലാം കണ്ട ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇത് നാരങ്ങയല്ല എന്നുള്ള കാര്യം. ഇത് വെറും ഒരു നാരങ്ങയല്ല, ഇതിൽ ശക്തിയുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു ജോത്സ്യനെ പോയി കണ്ടിരുന്നു എന്നും അദ്ദേഹമാണ് ചില കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്. ഈ വീട്ടില് സ്വർണം കവറിംഗ് ആയിട്ട് മാറിയില്ലേ, അത് എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് മാറിയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് എടുത്ത ആള് ഈ ഏരിയയിൽ എവിടെയുണ്ട്, ഒരുപക്ഷെ ഈ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്വർണം മാറിയത് എങ്ങനെയാന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ആ ജോത്സ്യൻ ഈ നാരങ്ങ എനിക്ക് തന്നത്. ഈ നാരങ്ങ പൂജാമുറിയിലകത്ത് വെക്കാനാ പറഞ്ഞത്. അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ ഈ സ്വർണം എടുത്തത് അല്ലെങ്കിൽ ആരാണോ മാറ്റി വെച്ചത് അവരുടെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുന്നു പറയാണേ. അതും കൂടി കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയും അതുപോലെ സ്തുതിയും ആകെ നടുങ്ങിയ അവസ്ഥയിലാവാണ്. ഇത് കേട്ട ഉടനെ വർഷ പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ വർഷ പറയുന്നതിന് മറുപടിയായിട്ട് ശ്രീകാന്തെ, ചുമ്മാ നിന്റെ ഭാര്യയുടെ അടുത്ത് ഇതിനെ എതിർത്തൊന്നും സംസാരിക്കാൻ വേണ്ടി നിൽക്കേണ്ട പറ, അവസാനം അവക്ക് ഡബിങ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല എന്ന് പറയാണ് കേട്ടോ. അയ്യോ വർഷ, നീ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കുന്നു പറയണേ. തുടർന്ന് സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രേവതിയും പറയുന്നുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട് നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ കോടിയിട്ടും അതുപോലെ തന്നെ അവരെ കൈയും കാലും ഒടിഞ്ഞതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് രവിയും പറയുന്നുണ്ട്. അച്ഛ, ഇത് പൂജാമുറിയിനകത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ കൊണ്ടുപോയിട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പൂജാമുറിയിലേക്ക് പോകുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തുവാണ്. എന്നിട്ട് ഇതൊന്നും ഇവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ, നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പേടി കൊണ്ടൊന്നുമല്ല, വീട്ടിനുള്ളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരുന്നുള്ള കാര്യം പറയാണേ. അതെ, അമ്മ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട്, ഇതൊന്നും അത്ര നല്ലതല്ല, വീട്ടിനുള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ
കാര്യങ്ങളൊന്നും വെക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം അത് നമുക്ക് ദോഷമായിട്ട് വരുന്ന പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സംഭവിക്കുള്ളൂ. കാണാതെ പോയത് ഞങ്ങളുടെ സ്വർണ്ണമല്ലേ, അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കണ്ടേ. ഇനി 24 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ അത് എടുത്തവരുടെ വായ ഒരു വശത്തേക്ക് ഓടിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കുവാണേ. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്ക് അവരുടെ വായ ഒരു വശത്തേക്ക് ഓടി പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണെ. കാരണം രണ്ടുപേർക്ക് നല്ല ഭയമാണ്. ശ്രുതിക്കാണെങ്കിലും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിലും വിശ്വാസം കുറച്ച് കൂടുതലാണല്ലോ. അവർക്ക് നല്ല ഭയമുണ്ട്. ഒരുപക്ഷെ സച്ചി പറഞ്ഞതുപോലെ സംഭവിക്കോ എന്നുള്ള ഭയം കേട്ടോ. പക്ഷെ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല, ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയുടെ ടെൻഷൻ എന്തെങ്കിലും കയറി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ കിടക്കുമല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഏത് സ്വാമിയാണ് പോയി കണ്ടത്? നല്ല സ്വാമി തന്നെയാണോ അതോ നിങ്ങൾ പറ്റിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല ഇല്ല, നല്ല സ്വാമിയാണ്, അധികം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല അറിവോടുകൂടി സംസാരിക്കുന്ന ഒരാളാണെന്ന് പറയുകയാണേ. ആഹാ, അങ്ങനെ ഒരു സ്വാമി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ജോത്സ്യന്റെ പേരൊന്ന് പറയാൻ വേണ്ടിയിട്ട് രേവതി പറയുന്ന സമയത്ത് എന്താ സച്ചിദാനന്ദ സ്വാമി അങ്ങനെ എന്തോ പറയുകയാണേ. അതേത് സ്വാമി, ഞാനിതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിതാ ഈ നിൽക്കുന്ന ആള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് സച്ചിയെ തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്കറിയാലോ ശ്രുതി ഒരു പേടിത്തൊണ്ടനാണ്, അവനെ കെണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാരങ്ങ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവനത് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 24 മണിക്കൂറിനുള്ളിൽ അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണെങ്കിൽ അതിലിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വർഷ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പൊതുവെ സാധാരണയായിട്ട് സച്ചേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകാത്ത ഒരാളാണല്ലോ. അമ്പലത്തിൽ പോലും പോവില്ല, പിന്നെ ജോത്സ്യനെ പോയി കാണുമോ എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്തൻ ചോദിക്കുമ്പോൾ രേവതി അവരുടെ അടുത്ത് സത്യം പറയുന്നുണ്ട്. ശ്രുതിക്ക് പേടിയായതുകൊണ്ട് തന്നെ അവന് വെച്ചൊരു കെണിയാണ് ഈ നാരങ്ങ, അല്ലാതെ സച്ചേട്ടൻ ഒരു സമയം പോയി കണ്ടിട്ടില്ല. സാധാരണ കടയിൽ നിന്ന് മേടിച്ചു വെച്ച നാരങ്ങയാണെന്നുള്ള കാര്യം അവരെ അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വർഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഒരാളുടെ ഭയം അവരെ ശരിക്കും കൊണ്ടുപോയിട്ട് പെടുത്തും. അതുപോലെ തന്നെ ഈ കെണിയിൽ ഉറപ്പായിട്ട് ശ്രുതി വീഴും എന്നുള്ള കാര്യം വർഷയും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരമാണ് ഈ നാരങ്ങ കൊണ്ട് വെക്കുന്നത്. അതേ ദിവസം രാത്രിയാണെങ്കിൽ ശ്രുതിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും ഒട്ടും ഉറക്കം വരുന്നില്ല. രണ്ടുപേരും കൂടി പേടിച്ച് വരച്ച് റൂമിലിരിക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അമ്മയുടെ അടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഹാളിൽ നിന്നുകൊണ്ട് രണ്ടുപേർക്കും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വായ കൂടി പോകും എന്നുള്ള ഭയത്തിലാണ് കേട്ടുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പാതിരാത്രി നമ്മുടെ ഭാമയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കഥകളൊക്കെ ഭാമയ്ക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നാളെ രാവിലെ തന്നെ ഒരു ജോത്സ്യനെ പോയി കാണാം. എന്നിട്ട് ഇതിന് ഫലമില്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയും മോനും കൂടി ചേർന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ജോത്സ്യനെ കാണാൻ വേണ്ടിയിട്ട്. കൂടെ ഭാമയും ചെല്ലുന്നുണ്ട്. ജോത്സ്യനാണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നമ്മുടെ സച്ചി ജപിച്ച് കൊണ്ടുവച്ചതാണ്, ഞങ്ങളുടെ മുഖം ഇങ്ങനെ കൂടി പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ശക്തിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം. ഇവരെ എങ്ങനെയെങ്കിലും ഈ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചു കൊടുക്കണേ എന്നുള്ള കാര്യം ഭാമ ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു നാരങ്ങ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് ജപിച്ചിട്ട്. നിങ്ങളെ പൂജാമുറിയിൽ ഇരിക്കുന്ന നാരങ്ങയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഈ നാരങ്ങയും വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ നാരങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നാരങ്ങയ്ക്കാണ് പവർ കൂടുതൽ, അല്ലെങ്കിൽ ആ നാരങ്ങ കരിഞ്ഞു പോകുന്ന വെച്ചാൽ ഈ നാരങ്ങയ്ക്കാണ് പവർ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിടുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വീട്ടിലെത്തിയിട്ട് ആ നാരങ്ങ മറ്റു നാരങ്ങയ്ക്ക് തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കാൻ തന്നെ ഭയങ്കര ഭയന്നിട്ടാണ് കേട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ കൊണ്ടുവച്ചിട്ട് രണ്ടുപേരും റൂമിൽ പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി തിരികെ വരുന്നുണ്ട് വീട്ടിലേക്ക്. വീട്ടിൽ വന്ന് പൂജാമുറിയിൽ നോക്കുന്ന സമയത്ത് ഒരു നാരങ്ങയല്ല, നാരങ്ങ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോഴേക്കും രേവതിയെ വിളിച്ചിട്ട് നാരങ്ങ ഒരു കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യം പറയുകയാണേ. നാരങ്ങയ്ക്ക് കുഞ്ഞു എന്ന് രേവതി ചോദിക്കുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഇന്നലെ കൊണ്ടുവച്ച ആ നാരങ്ങയുടെ തൊട്ട ഇപ്പുറത്ത് തന്നെ വേറൊരു നാരങ്ങ വന്നത്. ആരാ ഈ നാരങ്ങ കൊണ്ടുവച്ചെന്ന് ആദ്യം ശ്രുതിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ നാരങ്ങ കൊണ്ടുവെക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഞാനാ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുവാണ്. നിങ്ങൾ എന്തിനാ നാരങ്ങ ഇവിടെ കൊണ്ടുവച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ നിനക്ക് മാത്രമാണോ നാരങ്ങ ഇവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഞങ്ങൾക്കും അതൊക്കെ പറ്റുമല്ലോ. ഞങ്ങൾ ഇന്ന് രാവിലെ ഭാമയെ കാണാൻ വേണ്ടി പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു അമ്പലത്തിൽ കയറിയായിരുന്നു. അവിടെ സ്വാമിക്ക് പൂജിച്ചതാണ്. അത് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് വെച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം രണ്ടുപേരും കൂടി എസ്കേപ്പ് ആവുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മറ്റെവിടുന്നോ ജപിച്ച് കൊണ്ടുവച്ച നാരങ്ങയാണ് എന്നുള്ള കാര്യം. അത് രേവതിയെ അറിയിക്കുന്നുണ്ട്. രാവിലെ തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഭാമയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഇവർ കെണിയിൽ പെടും എന്നുള്ള കാര്യം സച്ചിക്ക് ഉറപ്പാവാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് രേവതി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നീ നേരിൽ കണ്ടാൽ മതി എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയാവാണ്. ആ രാത്രി ശ്രുതിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, പക്ഷെ എപ്പോഴും ഒന്ന് മയങ്ങി പോകുന്നുണ്ട്. വാതിൽ അടച്ചിട്ടാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചി എങ്ങനെയെങ്കിലും വാതിൽ തുറപ്പിച്ചിട്ട് ശ്രുതിയെ പേടിപ്പിക്കണം. എന്നാൽ മാത്രമല്ലേ ശ്രുതി കെണിയിൽ പെടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡോറിന് 2-3 തവണ പോയി ചെന്ന് മുട്ടുന്നുണ്ട്. ഓരോ തവണ ശ്രുതി വന്ന് ഡോർ തുറന്ന് നോക്കുന്ന സമയത്തും അവിടെ ആരും കാണുന്നില്ല കേട്ടോ. അങ്ങനെ മുട്ടൽ നിർത്താൻ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും മുട്ടലല്ലോ എന്ന് വിചാരിച്ച് ഡോർ തുറന്നിട്ടിട്ട് ശ്രുതി പോയി കിടക്കുവാണ്. അങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന ശ്രുതിയുടെ മേലേക്ക് ഒരു നാരങ്ങ നൂലിൽ കെട്ടിയിട്ട് നമ്മുടെ സച്ചി ഇടുന്നുണ്ട്. നാരങ്ങ പതിയെ ശ്രുതിയുടെ അരികിൽ നിന്ന് മാഞ്ഞ് ഇങ്ങനെ
പോകുന്നതായിട്ടുള്ള രംഗമൊക്കെ കാണുമ്പോഴേക്കും സുധിക്ക് ഭയങ്കരമായിട്ട് ഭയം തോന്നുന്നുണ്ട്. വേഗം തന്നെ കഥ കടച്ചിട്ട് അമ്മയെ വിളിക്കാനായിട്ട് ഫോണിൽ. ഇവൻ എന്തിനായിരിക്കും എന്നെ ഇപ്പൊ വിളിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ചന്ദ്രമതി ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് ചന്ദ്രമതി ആണെങ്കിൽ പുറത്തേക്കാണ് കേട്ടോ വരുന്നത്. കാരണം ഇവർ സംസാരിക്കുന്നത് രവി കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഹാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സുധിയുടെ അടുത്ത് ചന്ദ്ര ആവശ്യപ്പെടുന്നതുകൊണ്ട് അതുപ്രകാരം തന്നെ രണ്ടുപേരും ഹാളിൽ നിൽക്കുവാണേ. നിന്ന് സംസാരിക്കുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഭയം. ഇനി രാവിലെ ആകുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം. അമ്മ നമുക്ക് ആ നാരങ്ങ എടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞാലോ എന്നുള്ള കാര്യം സുധി ചോദിക്കുന്നുണ്ട്. അത് വേണോടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ വീടിന്റെ ഉള്ളിൽ വെച്ചാൽ മാത്രമല്ലേ നമ്മുടെ മുഖം കോടി പോവുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം പറയാണേ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നാരങ്ങ എടുത്ത് പുറത്തേക്ക് എറിയാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആദ്യം ചന്ദ്രയുടെ അടുത്ത് പോയി എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നീ എല്ലാത്തിനും എന്നെ തന്നെ കൊണ്ടുപോയിട്ട് കുരിക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പ്രാഗ്യം കൊണ്ടാണ് പോയിട്ട് നാരങ്ങ എടുക്കുന്നത്. നാരങ്ങ എടുത്ത് വന്ന ഉടനെ തന്നെ സുധി പറയുന്നുണ്ട്, അമ്മ ഈ നാരങ്ങ മാത്രമല്ല ആ നാരങ്ങയും കൂടി നമുക്ക് എടുത്തിട്ട് കളയാ എന്ന് പറയാണേ. അല്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊക്കെ നീ നന്നായിട്ട് ചിന്തിച്ചു വെച്ചോ, എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് 2 നാരങ്ങയും കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫുള്ള് ലൈറ്റ് ഓൺ ആവുകയാണ്. ചന്ദ്ര വിചാരിക്കുന്നത് സുധിയാണ് ലൈറ്റ് ഓൺ ആക്കിയ എന്നുള്ള കാര്യമാണ്. പക്ഷേ സച്ചി ഒരുക്കിയ കെണിയിൽ ഇവർ ശരിക്കും പെടുവാണ് ഇവിടെ ചെയ്യുന്നത്. ലൈറ്റ് ഓൺ ആക്കി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഉറക്കത്തിനിടയിൽ ബെഡിൽ സുധി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എന്ത് ചെയ്യുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉഗ്രം കെണി വീണ ഒരാളെ കാണാ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും ചന്ദ്ര വയ്ക്കുന്നുണ്ട്, എന്ത് കണി എന്തിന്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ രണ്ടുപേരും ഈ നടുരാത്രിയിൽ ഇവിടെ എന്ത് ചെയ്യുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ചന്ദ്ര രാത്രി നീ ഇവിടെ എന്ത് ചെയ്യുക എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അത് രവിയേട്ട എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയണേ. ഉറക്കം വരാത്തതിന് അമ്മ എന്തിനാ നാരങ്ങ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജ്യൂസ് അടിച്ച് കുടിക്കാനായിരിക്കും ആന്റിക്ക് എന്നുള്ള കാര്യം വർഷ പറയാണേ. അച്ഛ ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് ആ നാരങ്ങ എടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചത് എന്നുള്ള കാര്യം. ഉറപ്പായിട്ടും ആ സ്വർണ്ണം എടുത്തത് ആരാണോ അവര് കറക്റ്റ് പിടിക്കപ്പെടുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അപ്പോ അമ്മ എന്തൊക്കെ ഇത് സുധിയേട്ടനാണോ സ്വർണ്ണം മാറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിന്റെ അടുത്ത് ഒച്ചയെടുക്കുവാണ് കേട്ടോ. എന്ത് സുധിയേട്ടൻ? അവനൊന്നുമല്ല സ്വർണ്ണം മാറ്റിയത്. പിന്നെ അമ്മ എന്തിനാണ് സച്ചിയേട്ടൻ കൊണ്ടുവന്നിരിക്കുന്ന നാരങ്ങ എടുത്ത് കൈ പിടിച്ചെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നുള്ള കാര്യം ഭാമ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ട് പുറത്തേക്ക് കളയാന്നുള്ള കാര്യം വിചാരിച്ചത്. പിന്നെന്തിനാണ് അമ്മ വെച്ചത് കൂടി ചേർത്തെടുത്തതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, രേവതി അവരെന്തോ പേടിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് എന്നുള്ള കാര്യം. തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് വർഷ ചോദിക്കുന്നുണ്ട്. തുടർന്ന് സച്ചി സത്യം തുറന്ന് പറയാണ് കേട്ടോ, അച്ഛൻ ഇത് മന്ത്രിച്ചിട്ടൊന്നും കൊണ്ടുവച്ചതല്ല, ഇവനാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവച്ചതാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ആ നാരങ്ങ താഴേക്ക് വീഴുവാണ് 2 നീ എന്താണ് ഡ്രാമ കളിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിക്ക് നേരെ ചെല്ലുമ്പോഴേക്ക് ഡ്രാമ കളിച്ചതൊന്നുമല്ല, പോലീസുകാരി കെണിവെച്ച് പിടിക്കുന്നു പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങളുടെ മകനെ ഒരു നാരങ്ങ വെച്ച് ഞാൻ പിടിക്കാൻ നോക്കിയതാണെന്ന് പറയാനേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അപ്പൊ ചന്ദ്രേ നീ എന്നിൽ നിന്ന് എന്തോ മറിക്കുന്നുണ്ടല്ലേ എന്നുള്ള കാര്യം. അയ്യോ രവിയേട്ട ഞാൻ എന്ത് മറിക്കാനാണ്, ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മന്ത്രിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊട്ടും നല്ലതല്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് കളയാന്നുള്ള കാര്യം വിചാരിച്ചെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നിങ്ങൾ നടുരാത്രിയിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് പകല് ചെയ്താൽ പറ്റില്ലേ, ഇതിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല, അതുകൊണ്ടാണ് ഏടാകൂടം പിടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എടുത്ത് കളയാൻ വേണ്ടി പോയെന്ന് പറയാണേ. ഇതിന് വലിയൊരു ഏടാകൂടം ഈ വീട്ടിലില്ലേ, പിന്നെ എന്ത് ഏടാകൂടം വരാനെന്നുള്ള കാര്യം ശ്രുതിയെ പിടിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആന്റി പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ചുമ്മാ വെറുതെ ശ്രുതി ഓരോന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ കൂട്ടിയിട്ട് ശ്രുതി റൂമിലേക്ക് പോകുമ്പോഴേക്കും സച്ചി ഓടി ചെന്നിട്ട് അവിടെ പിടിച്ചങ്ങ് നിർത്തുവാണേ. ഇവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അക്യൂസ് എങ്ങോട്ട് ഓടിപ്പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, സ്വർണ്ണം എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം, പിന്നെ നിനക്ക് എങ്ങനെയാണ് 4 ലക്ഷം രൂപ കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് തന്നു എന്നുള്ള കാര്യം പറയാണേ. അച്ഛ ഇവന്റെ ഈ ഫ്രണ്ടിനെ ഞാൻ പാർക്കിലുള്ള ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ പോയി കണ്ടിരുന്നു, അവൻ ഇവനൊരു 10 പൈസ പോലും കൊടുത്തിട്ടില്ല, ഇല്ല അവൻ തന്നെ തന്നെന്നുള്ള കാര്യം ശ്രുതി വീണ്ടും പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്യടാ, എന്നിട്ട് നിനക്ക് അവൻ പണം തന്നോ എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പ് നിന്ന് വിളിച്ച് ചോദിക്കടാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പരിങ്ങി കളിക്കുവാണേ. അച്ഛ കണ്ടില്ലേ അവൻ കിടന്ന് പരുങ്ങുന്നത്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയുന്നുള്ള കാര്യം. എടാ എന്ത് പറയണമെന്നാണ് നീ പറയുന്നത്, അവനൊന്നും അറിയില്ല, ഈ സച്ചി ചുമ്മാ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണ് ചന്ദ്ര. അത് കഴിഞ്ഞ് രേവതി നീയാണോ ഇവന്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി വിട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ ഈ വീട്ടിൽ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും എന്നെയാണല്ലോ കുറ്റം പറയുന്നത്, എന്റെ സ്വർണ്ണം കവറിങ് ആയതിനും അമ്മ എന്റെ മേലെ തന്നെയാണല്ലോ തെറ്റ് പറയുന്നത്, ഇനിയും എന്തോരം പഴി എന്റെ മേലെ ചാർത്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എടി നീ അല്ലടി എല്ലാം എന്നുള്ള കാര്യം പറഞ്ഞ് ചന്ദ്ര തുടങ്ങുമ്പോഴേക്കും ചന്ദ്രൻ മതി എന്ന് പറഞ്ഞിട്ട് രവി നിർത്തിപ്പിക്കുവാണേ. അത് കഴിഞ്ഞ് രവി സുധിയുടെ അടുത്ത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണേ. സുധി നിനക്ക് അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് രവിയിട്ട് അവനെ അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലെന്ന് ചന്ദ്ര ചോദിക്കണേ. നിന്റെ അടുത്തല്ലേ ഞാൻ മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്.
ശ്രുതി പറയടാ എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും അങ്കിൾ ഓൾറെഡി പറഞ്ഞില്ലേ ശ്രുതിക്ക് അറിയില്ല എന്നുള്ള കാര്യം എന്ന് ശ്രുതി പറയുമ്പോഴേക്കും പൗഡർ എടുത്തി അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുകയാണ് നീ അതിനകത്ത് തലയിടാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വായടപ്പിക്കുകയാണ് സച്ചി. അങ്ങനെ വീണ്ടും രവി പറയാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് ഇല്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോഴേക്കും എടാ നിന്നോട് അച്ഛൻ ചോദിക്കുന്നത് കേട്ടില്ലേ, പറയാൻ വേണ്ടി പറയുന്നത് കേട്ടിട്ട് നീ എന്താ പറയാത്തെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങ് കൈ വാങ്ങുമ്പോഴേക്കും സച്ചിയുടെ കൈ അങ്ങ് താഴ്ത്തിയിട്ട് അതേടാ ഞാൻ തന്നെയാണ് സ്വർണ്ണം കൊണ്ട് വിറ്റ് എന്നുള്ള കാര്യം ശ്രുതി അങ്ങ് സമ്മതിക്കാണ് കേട്ടോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ ചേച്ചിയുടെ സ്വർണ്ണം വിറ്റിട്ടാണല്ലേ ശ്രുതിയേട്ടന് 5 ലക്ഷം രൂപ കിട്ടിയെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും അതേ വഴി അറിയില്ലായിരുന്നു, ഡീലർക്ക് പണം കൊടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് രേവതിയുടെ സ്വർണം